ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ. ഡോക്ടർ ജി മാധവൻ നായരാണ് ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ചെയർമാൻ. രാജ്യാന്തര ബഹിരാകാശ അക്കാദമി, ഇവിടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ഡോക്ടർ ജി മാധവൻ നായരാണ്. രാജ്യാന്തര ബഹിരാകാശ അക്കാദമി അഥവാ IAA, ഇവിടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ഡോക്ടർ ജി മാധവൻ നായരാണ്. ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ തലപ്പത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ഡോക്ടർ ടെസി തോമസ് ആണ്. ഡോക്ടർ ടെസി തോമസ് ആണ് ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ തലപ്പത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. വളരെ കുറച്ചുപേരിൽ മാത്രം കണ്ടിട്ടുള്ള രക്തഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പാണ്. ബോംബെ ഗ്രൂപ്പ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അംഗീകാരം ലഭിച്ച ആദ്യ കൃത്രിമ രക്തം ഹീമോ പ്യൂവറാണ്. ഹീമോ പ്യൂവറാണ് അംഗീകാരം ലഭിച്ച ആദ്യ കൃത്രിമ രക്തം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. അലൂമിനിയം ആദ്യമായി വേർതിരിച്ചത് ഹാൻസ് ഈസ്റ്റഡ് ആണ്. ഹാൻസ് ഈസ്റ്റഡ് ആണ് അലൂമിനിയം ആദ്യമായി വേർതിരിച്ചത്. ബോക്സൈറ്റിൽ നിന്ന് ആദ്യമായി അലൂമിനിയം വേർതിരിച്ചത് ചാൾസ് മാർട്ടിൻ ഹാൾ ആണ്. ചാൾസ് മാർട്ടിൻ ഹാൾ ആണ് ബോക്സൈറ്റിൽ നിന്നും ആദ്യമായി അലൂമിനിയം വേർതിരിച്ചെടുത്തത്. സ്പേസ് ഷട്ടിൽ കൊളംബിയ തകർന്നു കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് സ്പേസ് ഷട്ടിൽ കൊളംബിയ തകർന്നു കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. കൽപ്പന ചൗള ജനിച്ചത് ഹരിയാനയിലെ കർണാലിലാണ്. കൽപ്പനയുടെ ആദ്യ ബഹിരാകാശ യാത്ര 1997 നവംബർ 19 1997 നവംബർ 19. കൊളംബിയ തകർന്ന് കൽപ്പന കൊല്ലപ്പെട്ടത് 2003 ഫെബ്രുവരി 1 2003 ഫെബ്രുവരി 1 കൊളംബിയ തകർന്ന് കൽപ്പന കൊല്ലപ്പെട്ടത്. കൽപ്പന ചൗളയുടെ ജീവചരിത്രം എഡ്ജ് ഓഫ് ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നു. എഡ്ജ് ഓഫ് ടൈം എന്നതാണ് കൽപ്പന ചൗളയുടെ ജീവചരിത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ. മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം. ഇന്ത്യയുടെ കോട്ടൺ തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. മുംബൈ തുറമുഖമാണ് ഇന്ത്യയുടെ കോട്ടൺ തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി മില്ലുകളുള്ളത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി മില്ലുകളുള്ളത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിതമായത് മുംബൈയിലാണ് 1854. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിതമായത് മുംബൈയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത് കൊല്ലത്താണ്. കൊല്ലത്താണ് കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത്. കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം നാഗ്പൂരിലാണ്. നാഗ്പൂരിലാണ് കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ. ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരാണ് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കണ്ണൂരാണ് കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. പാലക്കാട് ചിറ്റൂരാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആക്രമിക്കുന്ന ശരീരകോശം ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റിനെയാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആക്രമിക്കുന്നത്. ഏതു നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്? സിന്ധു നദി. സിന്ധു നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്. സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം BC 3000 മുതൽ BC 1500 വരെയാണ്. BC 3000 മുതൽ
BC 1500 വരെയാണ് സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. സിന്ധു നാഗരികത കണ്ടെത്തിയത് ജോൺ മാർഷലാണ്. 1921 ജോൺ മാർഷലാണ് സിന്ധു നാഗരികത കണ്ടെത്തിയത്. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവാണ് അലക്സാണ്ടർ കണ്ണിഹാം. അലക്സാണ്ടർ കണ്ണിഹാമാണ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് അലക്സാണ്ടർ കണ്ണിഹാം. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചൊഴുകുന്ന ഏക നദിയാണ് സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചൊഴുകുന്ന ഏക നദി സിന്ധു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച അണക്കെട്ട് ബക്രാനങ്കൽ. ബക്രാനങ്കൽ അണക്കെട്ടാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച അണക്കെട്ട്. രാജ്യത്തെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല ആരംഭിച്ചതെവിടെ? ചെന്നൈ. ചെന്നൈയിലാണ് രാജ്യത്തെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല ആരംഭിച്ചത്. 1904 ചെന്നൈയിൽ ആരംഭിച്ച പോർട്ട്ലാൻഡ് സിമന്റ് ഫാക്ടറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി. 1904 ചെന്നൈയിൽ ആരംഭിച്ച പോർട്ട്ലാൻഡ് സിമന്റ് ഫാക്ടറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി. മലബാർ സിമന്റ്സിൻ്റെ ആസ്ഥാനം വാളയാറാണ്. വാളയാറാണ് മലബാർ സിമന്റ്സിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ലിഫ്റ്റ് സമ്പ്രദായം, ടെലിഫോൺ സർവീസ് എന്നിവ ആദ്യം നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഭൂഗർഭ റെയിൽവേ ആദ്യമായി നിലവിൽ വന്നതും കൊൽക്കത്തയിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആശയത്തിന് രൂപം നൽകിയത് ജാക്കോസ് ഡ്രസ്സെയാണ്. ജാക്കോസ് ഡ്രസ്സെ. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡൽഹി മെട്രോ പ്രൊജക്റ്റ് താഴെ പറയുന്നവയിൽ ഏത് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാൻ. ഡൽഹി മെട്രോ പ്രൊജക്റ്റ് ജപ്പാൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡൽഹി മെട്രോ പദ്ധതി നിലവിൽ വന്നത് 1998ലാണ്. 1998ലാണ് ഡൽഹി മെട്രോ പദ്ധതി നിലവിൽ വന്നത്. ഡൽഹി മെട്രോ റെയിൽ സർവീസ് നിലവിൽ വന്നത് 2002ലാണ്. 2002ലാണ് ഡൽഹി മെട്രോ റെയിൽവേ സർവീസ് നിലവിൽ വന്നത്. ഡൽഹി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടറായ മലയാളി ഇ ശ്രീധരനാണ്. ഇ ശ്രീധരനായിരുന്നു ഡൽഹി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടറായ മലയാളി. ഇന്ത്യയിൽ ആദ്യ മെട്രോ റെയിൽവേ ആരംഭിച്ചത് 1984 കൊൽക്കത്തയിലാണ്. 1984 കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത്. Subscribe for more videos. To get instant notification for new videos, click on the bell icon. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്റ്റ് 7558071990 അതല്ലെങ്കിൽ ecpsc2@gmail.com. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്റ്റ് 7558071990 അതല്ലെങ്കിൽ
ecpsc2@gmail.com. Subscribe for more videos. To get instant notification for new videos, click on the bell icon.